റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിലെ കുടിയേറ്റ നിയന്ത്രണം ഫലം കാണുന്നതിന്റെ ഫലമായി നെറ്റ് മൈഗ്രേഷൻ കുറയുകയാണ്. ഇതോടെ വിദേശ തൊഴിലാളികളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹോട്ടലുകളും ചെറുകിട സ്ഥാപനങ്ങളും. കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് സർക്കാർ കുടിയേറ്റത്തിന് തടയിടുമ്പോൾ ഒരു ഭാഗത്ത് അതിന്റെ പ്രത്യാഘാതവും നേരിടേണ്ടി വരുന്നു. സർക്കാരിന് മേൽ കുടിയേറ്റ നയത്തിൽ കടുത്ത സമ്മർദ്ദമാണുള്ളത്. ഇതിന്റെ ഭാഗമായി ശക്തമായ നീക്കങ്ങളും നടന്നുവരികയാണ്. എന്നാൽ ഒരു ഭാഗത്ത് തൊഴിലാളി ക്ഷാമവും വാർത്തയാകുന്നുണ്ട്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന ചെറുകിട കച്ചവടങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. കടകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് തിരിച്ചടിയാവുകയാണ്. തൊഴിലാളി ക്ഷാമവും കെയർ ഹോമുകളും കടുത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. 4 വർഷത്തിന് നെറ്റ് മൈഗ്രേഷൻ ഇനിയും കുറയ്ക്കുവാൻ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ചില മേഖലകളിൽ ഇത് കടുത്ത തൊഴിലാളി ക്ഷാമത്തിന് വഴിതെളിക്കുമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ബ്രിയാൻ ബെൽ മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തിലെ ആദ്യത്തെ പിതാക്കന്മാരുടെ പണിമുടക്കെന്ന് വിശേഷിപ്പിക്കുന്ന സമരം UK-യിൽ അരങ്ങേറി. പ്രസവാവധികൾ സ്ത്രീകൾക്ക് മാത്രമല്ല പിതാക്കന്മാർക്കും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ലണ്ടനിലെയും എഡിൻസ്ബർഗിലെയും തെരുവിലേക്ക് ഇറങ്ങി. യൂറോപ്പിലെ ഏറ്റവും മോശം പിതൃത്വ അവധി സമ്പ്രദായം പുനഃപരിശോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലരും കുഞ്ഞുങ്ങളുമായാണ് എത്തിയത്. കുറഞ്ഞത് 6 ആഴ്ചയെങ്കിലും ശമ്പളത്തോടുകൂടിയ അവധിയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. നിലവിൽ UK-യിലെ ലീവ് സമ്പ്രദായം വികസിത രാജ്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നതിൽ ഏറ്റവും മോശം ആണെന്ന് വിമൻസ് ആൻഡ് ഇക്വാലിറ്റി കമ്മിറ്റി വിമർശിച്ചിരിക്കുന്നു. 2003 അവതരിപ്പിച്ച സ്റ്റാറ്റ്യൂട്ടറി പിതൃത്വ അവധി മിക്ക പുതിയ അച്ഛന്മാർക്കും രണ്ടാമത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ദമ്പതികൾക്കും 2 ആഴ്ച വരെ മാത്രമേ അവധി നൽകുന്നുള്ളൂ. ഈ സമയത്തെ ശമ്പള പരിധി ആഴ്ചയിൽ 187.18 പൗണ്ട് അല്ലെങ്കിൽ അവരുടെ ശരാശരി വരുമാനത്തിന്റെ 90% പരിമിതിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ദേശീയ വേതനത്തിന്റെ പകുതിയിൽ താഴെയാണ്. താപനില ഉയർന്നതിന് പിന്നാലെ ഇടിയും മിന്നലും പേമാരിയും ശക്തമായ കാറ്റും നിറഞ്ഞ ദിവസങ്ങൾ വരുന്നു. ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും നോർത്തേൺ ഐലൻഡ്സിന്റെയും ചില ഭാഗങ്ങളിൽ നിന്ന് ഇന്നു മുതൽ ശനിയാഴ്ച വരെ മഞ്ഞ മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, വെള്ളിയാഴ്ചയോടെ താപനില വീണ്ടും കൂടാനിരിക്കെ UK ആരോഗ്യ സുരക്ഷാ ഏജൻസി ഈ വർഷത്തെ ആദ്യ ഹീറ്റ് ഹെൽത്ത് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ 3 മേഖലകളിലാണ് ഇത് ബാധിക്കുക. രാവിലെ 9 മണി മുതൽ ഞായറാഴ്ച രാവിലെ 8 മണി വരെ ആയിരിക്കും കിഴക്കൻ ഇംഗ്ലണ്ട്, കിഴക്കൻ മിഡ്ലാൻഡ്, തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ UKHSAയുടെ മഞ്ഞ മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടാവുക. മഞ്ഞ മുന്നറിയിപ്പ് അർത്ഥമാക്കുന്നത് അവശരും രോഗികളുമായവർ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം കൂടുതലായി ഉപയോഗിക്കും എന്നാണ്. ലൈംഗികമായി ആക്രമിക്കപ്പെട്ടതായി ആരോപിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് നടന്ന സമാധാനപരമായ പ്രതിഷേധത്തെ തുടർന്ന് തിങ്കളാഴ്ച ആരംഭിച്ച സംഘർഷങ്ങൾ ബാലിമോണിൽ തുടരുകയാണ്. ഇന്നലെ ലാർണിൽ ഒരു വിശ്രമ കേന്ദ്രത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടന്ന അക്രമത്തിൽ 32 ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നത് ബാലിമോണിലാണ്. അക്രമ സംഭവങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായി കരുതുന്ന 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കലാപം ആരംഭിച്ച 3-ാം ദിനമായ ഇന്നലെയും തടിച്ചുകൂടിയ ജനക്കൂട്ടം പടക്കവും പെട്രോൾ ബോംബുകളും കുപ്പികളും ഇഷ്ടികകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞിരുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെയുള്ള സർക്കാരിന്റെ പ്രധാന പദ്ധതികൾക്കുള്ള ഫണ്ട് നീക്കിയിരിപ്പിന്റെ രൂപരേഖ ചാൻസലർ റച്ചൽ റീവ്സ് അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ UK മലയാളികൾ ജോലി ചെയ്യുന്ന NHSന് തന്നെയാണ് പ്രഥമ പരിഗണന ലഭിച്ചത്. ഇംഗ്ലണ്ടിലെ NHSനായി റച്ചൽ റീവ്സ് പ്രതിവർഷം 29 ബില്യൺ പൗണ്ട് അധികമായി പ്രഖ്യാപിച്ചു. NHSന്റെ ദൈനംദിന ബജറ്റ് അടുത്ത 3 വർഷത്തിനുള്ളിൽ ശരാശരി 3% വർദ്ധിക്കും. പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ 2029 ആകുമ്പോൾ ഏകദേശം 226 ബില്യൺ പൗണ്ടാകും ബജറ്റ് എന്നാണ് കണക്കാക്കുന്നത്. ആപ്പ് മെച്ചപ്പെടുത്തുന്നതിനായും പുതിയ സാങ്കേതിക വിദ്യകൾക്കായും 2029ഓടെ 10 പൗണ്ട് ബില്യൺ വരെ അനുവദിച്ചിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. ട്രെയിൻ റിസർവേഷൻ ചാർട്ട് യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപേ പ്രസിദ്ധീകരിക്കുവാൻ റെയിൽവേ തയ്യാറെടുക്കുന്നു. നിലവിൽ യാത്രയ്ക്ക് 4 മണിക്കൂർ മുൻപാണ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തവർക്ക് മറ്റു യാത്രാ മാർഗ്ഗങ്ങൾ തേടുവാൻ സമയം കുറവായതിനാലാണ് ചാർട്ട് 24 മണിക്കൂർ മുൻപാക്കുന്നത്. രാജസ്ഥാനിലെ ബിക്കാനീർ ഡിവിഷനിൽ ഈ മാസം 6 തുടങ്ങിയ പൈലറ്റ് പദ്ധതിക്ക് നല്ല പ്രതികരണമാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ രാജ്യവ്യാപകമായി എപ്പോൾ നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 24 മണിക്കൂർ മുൻപ് ചാർട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആരെങ്കിലും ടിക്കറ്റ് റദ്ദാക്കിയാൽ ഈ ഒഴിവിലേക്ക് വെയിറ്റ് ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കുമോ, ചാർട്ട് പുതുക്കി പ്രസിദ്ധീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. കൊച്ചി തീരത്തെ കപ്പലപകടത്തിൽ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമത്തിൽ ഗുരുതര വീഴ്ചയെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തിയെന്നും MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അയച്ച നോട്ടീസിൽ പറയുന്നു. കപ്പൽ അപകടം ഇന്ത്യൻ തീരത്തെയും സമുദ്രാവാസ വ്യവസ്ഥയും കടുത്ത ആഘാതത്തിലാക്കിയെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കുന്നു. കപ്പൽ അപകടം കേരള തീരത്തെ ഇതിനകം ബാധിച്ചു. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയുണ്ടാക്കി. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി 48 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുവാൻ നടപടി ആരംഭിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. ജലജീവൻ പദ്ധതിയിൽ സംസ്ഥാനത്തെ കരാറുകാർക്ക് നൽകുവാനുള്ളത് 4874 കോടി രൂപ. ഏപ്രിൽ 30 വരെയുള്ള കണക്കാണിത്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളിക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ജല അതോറിറ്റി ഇക്കാര്യം അറിയിച്ചത്. 1000-ൽ താഴെ കരാറുകാർക്കാണ് ഇത്രയും തുക നൽകുവാനുള്ളത്.
പദ്ധതിയുടെ കാലാവധി 2024 അവസാനിച്ചപ്പോൾ ആദ്യം ഒരു വർഷം കൂടിയും പിന്നീട് 2028 വരെയും നീട്ടിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യവിഹിതം നൽകുന്ന പദ്ധതിയാണിത്. ഇനി കായിക വാർത്തകൾ. അവസാന മത്സരത്തിൽ 37 റൺസിന് വിജയിച്ച ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പര തൂത്തുവാരി. മൂന്നാം 2020-ൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 248 റൺസെടുത്തപ്പോൾ വിൻഡീസിന്റെ മറുപടി 8 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസിൽ അവസാനിച്ചു. ഓപ്പണർമാരായ ബെൻ ടക്കറ്റിന്റെയും ജാമി സ്മിത്തിന്റെയും ഇന്നിംഗ്സുകളുടെ കരുത്തിലാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് മികച്ച സ്കോർ ഉയർത്തിയത്. 2020 ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന്റെ രണ്ടാമത്തെ മികച്ച ടീം സ്കോറാണിത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.01 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio